നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ പ്രിയ പ്രേക്ഷകർക്ക് 2026 വിഷുഫലത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ, പെരിങ്ങോട്. ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 6 നക്ഷത്രക്കാരുടെ വിശേഷ ഫലങ്ങളാണ് ഇവിടെ പറയണത്. ഈ നക്ഷത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഗണിത സമ്പ്രദായം രീതികളുണ്ട്. ആദിശൂലം ആദ്യഷഡ്ഗം, മധ്യശൂലം മധ്യഷഡ്ഗം, അന്ത്യശൂലം അന്ത്യഷഡ്ഗം. ഇങ്ങനെ നക്ഷത്രങ്ങളെ വേർതിരിച്ച് കഴിഞ്ഞാൽ അതിൽ ഗുണവും ദോഷവും വരുന്ന നക്ഷത്രക്കാരെ നമുക്കറിയാൻ വേണ്ടി സാധിക്കും. ഇവിടെ പറയുന്ന 6 നക്ഷത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഈ ഒരു വർഷം ഉണ്ടാകും. അതിന് തൊട്ടു താഴെ ഒരു 6 നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ ചെയ്യാം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്: അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം. ഈ നക്ഷത്രക്കാർക്കാണ് ഈ വർഷം നേട്ടങ്ങൾ ധാരാളം തേടിയെത്താനുള്ളത്. തൻ്റെ പ്രവർത്തന മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ ഇവർക്ക് ഈ ഒരു വർഷം സാധിക്കും. തൊഴിലിടത്തിൽ മുന്നേറ്റമുണ്ടാക്കാനും ജനപ്രീതി വർദ്ധിപ്പിക്കാനും വളരെയധികം സാധിക്കും എന്നാണ് കാണുന്നത്. രാഷ്ട്രീയം, സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അധികാരപ്രാപ്തി കൈവരാനും സ്വന്തം മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനും ഈ ഒരു വർഷം ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അധികാരം നേടിയെടുക്കുന്നതിനും അതോടുകൂടി തന്നെ വീട് പണി നടക്കുന്ന ആളുകൾക്ക് വീട് പണി പൂർത്തിയാക്കുക, ആഡംബര വാഹനം വാങ്ങുക എന്നിവയും ബന്ധുജനങ്ങളുടെ പ്രീതി കൈപ്പറ്റാനും മേലധികാരികളെ സ്വാധീനിക്കുക വഴി ഉയർന്ന സ്ഥാനത്തേക്കുള്ള പ്രൊമോഷൻ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ വർഷം നേട്ടമുണ്ടാക്കുന്നത് രാഷ്ട്രീയ മേഖലയിൽപ്പെട്ട ആളുകളാവും. ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വരുന്ന മേടമാസം മുതൽ വരുന്ന അടുത്ത മേടമാസം വരയ്ക്കുള്ള കാലഘട്ടങ്ങൾ വളരെയധികം അനുകൂലമാണ്. ഇതിൽ കണ്ടകശനിയോ വ്യാഴമ്പഴിയോ ഒന്നും പെടുന്നില്ല. ഇത് വിഷുഫലമാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്തിട്ടുള്ള 6 നക്ഷത്രക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ നല്ലൊരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസകളോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം.